ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ സൗണ്ട് ഇതുവരെ ഓക്കെ ആയിട്ടില്ല കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ എൻ്റെ ഒരു മോർണിംഗ് വ്ളോഗാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അമ്മമ്മയ്ക്കുള്ള കഞ്ഞി അങ്ങ് അടുപ്പിലോട്ട് വെക്കും എഴുന്നേറ്റാലുടനെ. കാരണം അമ്മമ്മയ്ക്ക് ഇപ്പോൾ 2 നേരവും കഞ്ഞി കൊടുക്കേണ്ടതുകൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും കഞ്ഞിയാണ് കേട്ടോ. ഇഡ്ഡലിയും ഇപ്പോൾ അങ്ങനെയുള്ള ഒന്നും കഴിക്കത്തില്ല കേട്ടോ, അതൊന്നും ഇപ്പോൾ വേണ്ട. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം കൂടെ ഗ്യാസിലോട്ട് അങ്ങ് വെച്ചു. രാവിലത്തെ ജോലി പെട്ടെന്ന് ഒതുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതെൻ്റെ ദോശമാവ് കേട്ടോ, നന്നായിട്ട് വരും കേട്ടോ. ചില സമയങ്ങളിലൊക്കെ നേരത്തെയൊക്കെ പാളി പോകാറുണ്ട്. ഇപ്പോൾ വന്ന് ദോശമാവ് കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട് കേട്ടോ. അരി കുറച്ച് ഉഴുന്നും കൂടുതലും അരയ്ക്കുന്നത് കൊണ്ടാണ് മാവ് ഇത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഞാൻ സാമ്പാറാണ് വെക്കുന്നത്. അപ്പോൾ സാമ്പാറിനുള്ള തുമര അങ്ങ് വെള്ളത്തിലോട്ട് ഇടുവാണ് കേട്ടോ. ഈ പനി വന്നു കഴിഞ്ഞാൽ സൗണ്ട് നന്നായിട്ട് പോകും എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. അല്ലെ തന്നെ സർജറിക്ക് ശേഷം എൻ്റെ സൗണ്ട് അത്ര ഓക്കെ ആയിട്ടില്ലായിരുന്നു. പിന്നെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു ഓമയ്ക്ക് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഞങ്ങളുടെ അപ്പുറത്തെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ സാമ്പാറിലേക്ക് വലിയ പച്ചക്കറി കഷ്ണങ്ങളൊന്നും ഞാൻ വാങ്ങാറില്ല. അപ്പോൾ ഉള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ട് ചെറിയൊരു മത്തങ്ങയുടെ പീസും ഓമയ്ക്കായും ഉള്ളിയും ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പരിപ്പങ്ങ് കുക്കറിലോട്ട് അങ്ങ് ഇടുക കേട്ടോ. നമ്മൾ തലേദിവസം നമ്മുടെ ഈ തുമരയാണെങ്കിൽ സാമ്പാർ തുമര വെള്ളത്തിലിട്ടിട്ട് രാവിലെ അടുപ്പിൽ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് സാമ്പാറിന് ടേസ്റ്റും കൂടുതലായിരിക്കും കേട്ടോ. ഞാൻ കൂടുതൽ ഓണത്തിനും ഉത്സവത്തിനും ഒക്കെയാണ് ഇങ്ങനെ അടുപ്പിൽ സാമ്പാർ വെക്കാറ്. അല്ലെങ്കിൽ എളുപ്പപ്പണി കുക്കറിൽ തന്നെ വെക്കുന്നത് കേട്ടോ. കാർത്തിക്കുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ളതുകൊണ്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നിപ്പോൾ ഓൾറെഡി ഇപ്പോൾ പനി ആയതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കറിലോട്ട് അങ്ങ് വെക്കും. ഇപ്പം ദിവസം കുക്കറിൽ തന്നെയാണ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വെക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ മാത്രമേ അടുപ്പിനകത്ത് കറികൾ വെക്കുള്ളൂ കേട്ടോ. പക്ഷേ മീനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് മീൻകറി അടുപ്പിൽ വെക്കും. എൻ്റെ അമ്മ വരുമ്പോൾ അമ്മയ്ക്ക് അടുപ്പിൽ വെക്കാനാണ് ഇഷ്ടം കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മൾ മീനൊക്കെ വാങ്ങിക്കാത്തത് കൊണ്ട് നമ്മൾ അടുപ്പിൽ ഇപ്പം ചോറും വെള്ളം തിളപ്പിക്കാനും ഒക്കെ വെക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ അരി അടുപ്പത്തോട്ട് ഇടാനുള്ള പരിപാടിയും കൂടെ അങ്ങ് നോക്കുകയാണ്. അപ്പോൾ കോഴിക്കും ചോറ് കൊടുക്കണമല്ലോ. ഇതാ എൻ്റെ ആണെങ്കിൽ ദോശ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ദോശയുടെ ഇതുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മുടെ എണ്ണ തൂക്കുന്ന സാധനം. അപ്പോൾ അതങ്ങ് ഒത്തിരി നാൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ പോയി. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഞാനൊരു സവാളക്കകത്തിൽ നമ്മുടെ പോർക്കോ ഇതുകൊണ്ട് കുത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. സ്പൂണും കൊണ്ട് കുത്തി വെച്ച് എടുക്കുകയാണ്. അപ്പോൾ അതാകുമ്പോൾ എളുപ്പമാട്ടോ. അപ്പോൾ ദോശ ഇവിടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഓമയ്ക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക രുചിയാട്ടോ സാമ്പാറിന്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊന്നൊരു ചക്ക കൊണ്ടുവന്നു കേട്ടോ. എനിക്ക് ചക്ക പഴിപ്പിച്ച് തന്നെ വലിയ ഇഷ്ടമാട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.